ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിക്ക് ഇന്ത്യയിൽ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യമുണ്ട്. ദീപാവലി മുഹൂർത്ത വ്യാപാരം വെറുമൊരു ട്രേഡിംഗ് സെഷനേക്കാൾ കൂടുതലാണ്. പ്രത്യാശ, സമൃദ്ധി, പുതിയ തുടക്കങ്ങൾ എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ഒരു സാംസ്കാരികവും സാമ്പത്തികവുമായ പാരമ്പര്യമാണിത്. മികച്ച ദീപാവലി സ്റ്റോക്ക് പിക്കുകളിൽ നിക്ഷേപിച്ച് പോസിറ്റീവ് എനർജിയോടെ പുതിയ സാമ്പത്തിക വർഷം കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സവിശേഷ അവസരം ഇത് നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദീപാവലിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രത്യേക ട്രേഡിംഗ് സെഷൻ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് സമൃദ്ധിയും വിജയവും കൊണ്ടുവരുമെന്ന് നിക്ഷേപകർ വിശ്വസിക്കുന്നു. ദീപാവലിക്ക് നേട്ടമുണ്ടാക്കുന്ന ഓഹരികളുടെ വിശദാംശം നോക്കാം. ഏഷ്യൻ പെയിന്റ്സ് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ പെയിന്റ് കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ് ലിമിറ്റഡ്. കമ്പനി പെയിന്റ്, കോട്ടിംഗുകൾ, ഗൃഹാലങ്കാരവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ, ബാത്ത് ഫിറ്റിംഗ്സ്, അനുബന്ധ സേവനങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വിതരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. വിപണി വിഹിതമനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ്. കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ 15 രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും മിഡിൽ ഈസ്റ്റിലും ഗണ്യമായ സാന്നിധ്യമുണ്ട്. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പബ്ലിക് 19.68%, പ്രൊമോട്ടർ 52.63%, DAA 12.36%, FII 15.27%. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 3590, 52 വീക്സ് ഹൈ 3422, ലാസ്റ്റ് വീക്ക് ഹൈ 3337. പെയിന്റ് വ്യവസായത്തിലെ വിപണി നേതൃത്വം, കരുത്തുറ്റ ബ്രാൻഡ് സാന്നിധ്യം, നൂതനമായ ഉൽപ്പന്ന ഓഫറുകൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന ഏഷ്യൻ പെയിന്റ്സ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ശക്തമായ പ്രകടനം സ്ഥിരമായി പ്രകടമാക്കിയിട്ടുണ്ട്. വീട് പുതുക്കിപ്പണിയുന്നതിനും അലങ്കാര ഉൽപ്പന്നങ്ങൾക്കുമുള്ള ഉപഭോക്തൃ ഡിമാൻഡിൽ നിന്ന് കമ്പനിക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നു. പ്രത്യേകിച്ചും ദീപാവലി പോലുള്ള ഉത്സവ സീസണുകളിൽ വിൽപ്പന സാധാരണയായി കുതിച്ചുയരുന്നു. അതിന്റെ വിപുലമായ വിതരണ ശൃംഖല, സാങ്കേതികവിദ്യയിലെ തുടർച്ചയായ നിക്ഷേപം, സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയിലൂടെ ഏഷ്യൻ പെയിന്റ്സ് അതിന്റെ മത്സരാധിഷ്ഠിത നേട്ടം നിലനിർത്തി. സ്റ്റോക്ക് വർഷങ്ങളായി സ്ഥിരമായ വളർച്ച കാണിക്കുന്നു. ഖരവരുമാനം, ലാഭക്ഷമത, ഇക്വിറ്റിയിൽ നിന്നുള്ള വരുമാനം എന്നിവ പിന്തുണയ്ക്കുന്നു. പ്രീമിയം പെയിന്റുകൾക്കും ഗൃഹാലങ്കാര ഉൽപ്പന്നങ്ങൾക്കുമുള്ള വർദ്ധിച്ചുവരുന്ന ഡിമാൻഡിനൊപ്പം ഉത്സവ സീസണുകളിലെ ഉപഭോക്തൃ ചെലവിലെ വർധനയും കണക്കിലെടുത്ത് ഏഷ്യൻ പെയിന്റ്സ് അതിന്റെ വളർച്ചയുടെ പാത ബുള്ളിഷ് ആയി നിലനിർത്തുന്നു. അതിനാൽ ഇത് ആകർഷകമായ സ്റ്റോക്ക് ആയി തുടരുന്നു. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. സ്വിസ് ബഹുരാഷ്ട്ര കമ്പനിയായ നെസ്ലെയുടെ ഇന്ത്യൻ ഉപസ്ഥാപനമാണ് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. ഹരിയാനയിലെ ഗുഡ്ഗാവിലാണ് കമ്പനിയുടെ ആസ്ഥാനം. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ ഭക്ഷണം, പാനീയങ്ങൾ, ചോക്ലേറ്റ്, പലഹാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. 1959 ഈ കമ്പനി സംയോജിപ്പിക്കപ്പെട്ടു. നെസ്ലെ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന സബ്സിഡിയറി വഴി നെസ്ലെ അലിമെന്റാന എസ്എ പ്രൊമോട്ട് ചെയ്തു. 2020 കണക്കനുസരിച്ച് നെസ്ലെ ഇന്ത്യയുടെ 62% മാതൃ കമ്പനിയായ നെസ്ലെയ്ക്ക് സ്വന്തമായുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിലായി കമ്പനിക്ക് 9 ഉൽപ്പാദന സൗകര്യങ്ങളുണ്ട്. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പബ്ലിക് 16.05%, പ്രൊമോട്ടർ 62.76%, DAI 9.22%, FII 11.94%. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 2778, 52 വീക്സ് ഹൈ 2778, ലാസ്റ്റ് വീക്ക് ഹൈ 2778. ജനപ്രിയ ബ്രാൻഡുകളായ മാഗി, നെസ്കാഫ്, കിറ്റ്കാറ്റ് എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്ന പോർട്ട്ഫോളിയോയിൽ ഇന്ത്യൻ FMCG മേഖലയിൽ നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് ഒരു പ്രമുഖ സ്റ്റോക്കായി തുടരുന്നു. സാമ്പത്തികമായി കമ്പനി വരുമാനത്തിലും ലാഭത്തിലും സ്ഥിരമായ വളർച്ച കാണിക്കുന്നു. അതിന്റെ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ഡിമാൻഡും വളർന്നുവരുന്ന വിപണികളിലെ നുഴഞ്ഞുകയറ്റവും വർദ്ധിപ്പിക്കുന്നു.
നെസ്ലെ ഇന്ത്യ അതിന്റെ വളർച്ച തുടരാൻ മികച്ച നിലയിലാണ്, പ്രത്യേകിച്ചും ദീപാവലി പോലുള്ള ഉത്സവ സീസണുകളിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾക്കായുള്ള ഉപഭോക്തൃ ചെലവ് സാധാരണയായി വർദ്ധിക്കുമ്പോൾ. ഗുണമേന്മയിലും വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രതിരോധശേഷിയുള്ള FMCG മേഖലയിലേക്ക് എക്സ്പോഷർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇത് ആകർഷകമായ സ്റ്റോക്കായി തുടരുന്നു. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ട്രെൻഡ് ലിമിറ്റഡ്. ട്രെൻഡ് ലിമിറ്റഡ് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായതും മുംബൈ ആസ്ഥാനമായതുമായ ഒരു ഇന്ത്യൻ റീറ്റെയിൽ കമ്പനിയാണ്. 1998 ആരംഭിച്ച ട്രെൻഡ്, വെസ്റ്റ്സൈഡ്, സ്റ്റുഡിയോ, ഉത്സ തുടങ്ങിയ ഫാഷൻ, ലൈഫ് സ്റ്റൈൽ റീറ്റെയിൽ ഫോർമാറ്റുകൾ സ്വന്തമാക്കി പ്രവർത്തിപ്പിക്കുന്നു. സംയുക്ത സംരംഭങ്ങൾ വഴി സ്റ്റാർ ബസാർ, സാറ തുടങ്ങിയ റീറ്റെയിൽ ശൃംഖലകളും കമ്പനി നടത്തുന്നു. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പബ്ലിക് 21.94%, പ്രൊമോട്ടർ 37.01%, DAI 13.19%, FII 27.87%. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 7939, 52 വീക്സ് ഹൈ 7939, ലാസ്റ്റ് വീക്ക് ഹൈ 7939. ദീപാവലി സീസണിൽ ഉപഭോക്തൃ ചെലവിലെ ഉത്സവ കുതിപ്പ് മുതലാക്കി ട്രെൻഡ് ലിമിറ്റഡ് ഒരു ബുള്ളിഷ് സ്റ്റോക്കായി വേറിട്ടുനിൽക്കുന്നു. സംഘടിത റീറ്റെയിൽ മേഖലയിലെ ഒരു പ്രധാന സ്റ്റോക്ക് എന്ന നിലയിൽ, പ്രത്യേകിച്ച് അതിന്റെ വെസ്റ്റ്സൈഡ് ബ്രാൻഡ് വഴി ഷോപ്പർമാർ ആഘോഷങ്ങൾക്കായി വസ്ത്രങ്ങൾ, ഗൃഹാലങ്കാരങ്ങൾ, ജീവിതശൈലി ഉൽപ്പന്നങ്ങൾ എന്നിവ തേടുന്നതിനാൽ വർദ്ധിച്ച ഉയർന്ന വിൽപ്പനയും പ്രയോജനപ്പെടുത്താൻ ട്രെൻഡ് ഒരുങ്ങുന്നു. ടാറ്റ ഗ്രൂപ്പ് ഓഹരി 2 വർഷത്തിനിടെ 463% ഉയർന്ന് ഒരു വർഷത്തിനുള്ളിൽ 269% നേട്ടമുണ്ടാക്കി. 3 വർഷത്തിനുള്ളിൽ 702% റിട്ടേണാണ് ഈ സ്റ്റോക്ക് നൽകിയത്. അതിന്റെ ശക്തമായ സാമ്പത്തിക പ്രകടനവും മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ പ്രവണതകളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും കണക്കിലെടുക്കുമ്പോൾ, നിലവിലുള്ള വളർച്ചാ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആകർഷകമായ നിക്ഷേപ ഓപ്ഷനാണ് ട്രെൻഡ് ലിമിറ്റഡ്. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ദീപാവലിയുടെ ഉത്സവ സീസൺ അടുക്കുമ്പോൾ ഏഷ്യൻ പെയിന്റ്സ്, ട്രെൻഡ് ലിമിറ്റഡ്, നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് എന്നിവ നിർബന്ധിത നിക്ഷേപ ഓപ്ഷനുകളായി ഉയർന്നുവരുന്നു. ഓരോന്നും ഉപഭോക്തൃ ചെലവുകളിൽ പ്രതീക്ഷിക്കുന്ന കുതിച്ചുചാട്ടത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ തയ്യാറാണ്. വീടുകളുടെ നവീകരണത്തിനും അലങ്കാര ഉൽപ്പന്നങ്ങൾക്കുമുള്ള വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ് മുതലാക്കാൻ ഏഷ്യൻ പെയിന്റ്സിന് മികച്ച സ്ഥാനമുണ്ട്. അതിന്റെ ശക്തമായ വിപണി നേതൃത്വവും നൂതനമായ ഓഫറുകളും പിന്തുണയ്ക്കുന്നു. ട്രെൻഡ് ലിമിറ്റഡ് അതിന്റെ വിപുലമായ റീറ്റെയിൽ ശൃംഖലയും വെസ്റ്റ്സൈഡ് ബ്രാൻഡും ഉള്ളതിനാൽ ആഘോഷവേളകളിൽ വസ്ത്രങ്ങളും ജീവിതശൈലി ഉൽപ്പന്നങ്ങളും തേടുന്ന ഷോപ്പർമാരെ ആകർഷിക്കാൻ ഒരുങ്ങുന്നു. ഇത് അതിന്റെ വളർച്ചയുടെ പാതയിലേക്ക് സംഭാവന ചെയ്യുന്നു. അതേസമയം നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് അതിന്റെ വിശ്വസ്ത ബ്രാൻഡുകളുടെ വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ ഉപയോഗിച്ച് പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾക്കും വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നു, പ്രത്യേകിച്ചും ഈ ആഘോഷ കാലയളവിൽ. മൊത്തത്തിൽ ഈ സ്റ്റോക്കുകൾ ഇന്ത്യൻ ഉപഭോക്തൃ വിപണിയുടെ ശക്തമായ സാധ്യതകളെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് ഉത്സവ ഉയർച്ചയിൽ നിന്ന് മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ആകർഷകമായ സ്റ്റോക്കായി മാറ്റുന്നു. Thank you.